ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഞാൻ കരുതുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലാണ്, ആ പരിസരത്താണ് ഉമേഷ് ഉള്ളതെന്നാണ്. ഉമേഷ്, 4 മണിക്ക് തന്നെ സൈറൺ മുഴങ്ങി. 4:30-ക്ക് ഇനിയിപ്പോൾ നമ്മൾ സുരക്ഷിതരാണ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാമെന്നതിൻ്റെ ഒരു സൈറൺ കൂടി മുഴങ്ങും. അതിനിടയിൽ എന്തൊക്കെയാണ് ഒരു എയർ റെയ്ഡ്, ഒരു എയർ അറ്റാക്ക്, ഒരു വ്യോമാക്രമണം ഉണ്ടായാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നത് അത് ഈ മോക്ക് ഡ്രില്ലിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഉമേഷ്? വിജയകുമാർ, തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നാണ് ഈ സൈറനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആകെ 126 സൈറനുകളാണ് കവചം പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ സ്ഥാപിച്ചത് ഈ പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ ഉണ്ടാകുമ്പോൾ അടിയന്തരമായ നിർദ്ദേശങ്ങൾ നൽകുക, അപായ സൂചനകൾ നൽകുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യത്തോടെയായിരുന്നു. അപ്പോഴൊന്നും ഇത്തരമൊരു മോക്ക് ഡ്രില്ലോ ഇത്തരത്തിലൊരു എയർ അറ്റാക്കോ പോലും അത്തരമൊരു ചിന്ത പോലും നമ്മുടെ ഈ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചിന്തയിൽ പോലും വന്നിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി ആദ്യമായി സംസ്ഥാനത്താകെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് മോക്ക് ഡ്രില്ലായി ഏതായാലും 100 കവചം സൈറനുകളാണ് ഇപ്പോൾ മുഴങ്ങിയിരിക്കുന്നത്. ഇനി കൃത്യം 11 മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 11 മിനിറ്റുകൾ ശേഷിക്കുമ്പോൾ ഏകദേശം 4:28 കൂടി ക്ലോസിംഗ് സൈറൺ, അതായത് നിങ്ങൾ അപായ സൂചക സൈറൺ കഴിഞ്ഞ ശേഷം ഇനി വീണ്ടും എല്ലാം സേഫാണ് എന്നുള്ള സൈറൺ വരും. അത് 30 സെക്കൻഡ് മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. 30 സെക്കൻഡ് ആ സൈറൺ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പൊതുജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാം. എന്തായാലും അതിന് മുന്നോടി ഈ സമയങ്ങളിലെല്ലാം ഇപ്പോൾ മോക്ക് ഡ്രില്ലാണ് തലസ്ഥാനത്ത്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഈ ഓഫീസിലും മോക്ക് ഡ്രില്ലിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് ഈ സാധാരണ ഓഫീസുകളാണെന്നും കെട്ടിടങ്ങളാണെങ്കിലും വെളിച്ചമകത്ത് കയറാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ വേണം. സ്വാഭാവികമായി ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. ഇവിടെ തന്നെ നമുക്ക് തൊട്ട് പിന്നിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ വെളിച്ചം കയറാവുന്ന സ്ഥലങ്ങളിലെല്ലാം പൂർണ്ണമായും പേപ്പറുകളെല്ലാം വെച്ച് കഡ്ബോർഡുകളും വെച്ച് മറച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കൃത്യമായി വീടുകളിൽ ഏത് രീതിയിൽ, ഓഫീസുകളിൽ ഏത് രീതിയിൽ വെളിച്ചം കയറാതെ, കാരണം ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസാണ്, ഇവിടെ അകത്ത് ഇപ്പോഴും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പ്രവർത്തനം നിർത്താനാകില്ല. അപ്പോൾ പ്രവർത്തനം നിർത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഈ ഏത് രീതിയിൽ വേണം ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് എന്ന് കൂടി കാണിക്കുകയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ. ഈ രീതിയിലും വേണം വീടുകളിലും ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത്. വീടുകളിൽ കഴിവതും ഈ ലൈറ്റുകൾ പൂർണ്ണമായി അണച്ചിടുക, പൂർണ്ണമായി ഓഫ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഈ ഗ്യാസ് ഒന്നും പ്രവർത്തിപ്പിക്കാൻ പാടില്ല. ഒപ്പം വീട്ടിൽ എന്തെങ്കിലും പൊതു അറിയിപ്പുകൾ ലഭിക്കണമെങ്കിൽ, അത് അറിയണമെങ്കിൽ ടിവിയോ റേഡിയോ മാത്രം ഉപയോഗിക്കുക. പുറത്തേക്ക് ഇറങ്ങുകയോ സമീപത്ത് ഈ ജനലിന് സമീപത്തേക്ക് ചാർജറുകളോ മറ്റ് ഫോണുകളോ വെക്കാൻ പാടില്ല. ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒപ്പം വീട്ടിനകത്ത് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് തയ്യാറാക്കേണ്ടത്, ആ നിർദ്ദേശങ്ങളുമെല്ലാം ഈ സമയങ്ങളിൽ കൃത്യമായി പാലിച്ച് പോകണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഇവാക്യുവേഷന്റെ ദൃശ്യങ്ങളാണ്. കാരണം റോഡിൽ ഈ സമയങ്ങളിൽ പൊതു ഇടങ്ങളിൽ പെട്ടുപോകുന്നവർ, കാരണം ഒരു എയർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പൊതു ഇടങ്ങളിൽ പെട്ടുപോകുന്നവർ അറ്റാക്കിന് വിധേയനാകാൻ അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പൊതു ഇടങ്ങളിൽ പെട്ടുപോകുന്നവരെ ഏറ്റവും സുരക്ഷിതമായ അടുത്തുള്ള ഒരു അടച്ചുറപ്പുള്ള കെട്ടിടത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രോട്ടോകോൾ. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ ഇവോക്കേഷൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുള്ള സുരക്ഷിതമായ വലിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റുന്നു. ഒപ്പം മറ്റൊരു ഘട്ടം എന്ന് പറയുന്നത് വലിയ ഓഫീസുകളോ മാളുകളോ പോലുള്ള സ്ഥലങ്ങൾ, ഈ മാളുകളിലും മറ്റുമെല്ലാം നിരവധി ആളുകൾ ഒരേ സമയം എത്തുന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളിൽ വേണ്ട പ്രോട്ടോകോൾ, ആ സ്ഥലങ്ങളിലാണെങ്കിൽ ആ മാളുകളിലും മറ്റുമെല്ലാം സുരക്ഷിതമായ കേന്ദ്രങ്ങൾ, സുരക്ഷിതമായ സ്ഥലങ്ങൾ ഉണ്ടാകും. ആ മാളുകളിൽ തന്നെയുള്ള ആ സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അവിടെയും ആവശ്യമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ സിവിൽ ഡിഫൻസ് സേനയുടെ അടക്കം നിർദ്ദേശങ്ങൾ പാലിച്ച് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ്. എന്തായാലും ഈ ജനങ്ങളെ പാനിക്കാക്കാനോ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാനോ വേണ്ടിയല്ല. ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ ജനങ്ങൾ സ്വയം ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം. ആ സാഹചര്യമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഓരോരുത്തരെയും എങ്ങനെ ബോധവാന്മാരാക്കാം എന്നുള്ളത് ഒരു അരമണിക്കൂർ മാറ്റിവെക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സമയങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതും. വിജയകുമാർ.